നമസ്കാരം. പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ മതം ചോദിച്ച് ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നപ്പോൾ ഇന്ത്യൻ സൈന്യം നടത്തിയ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. അതിൽ പാകിസ്ഥാനെ നമ്മൾ ഉച്ഛിഷ്ടം തകർത്ത് തരിപ്പണമാക്കി ചെയ്തു. അതിനുശേഷം ഒരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നൊക്കെ നമുക്കറിയാമായിരുന്നു. അവർ വലിയ രീതിയിൽ അസീമുനീറും ഷഹബാസ് ഷെരീഫും ഒക്കെ ഇന്ത്യക്ക് നേരെ വലിയ രീതിയിൽ നിങ്ങളെ നമ്മൾ ആക്രമിച്ച് കൊല്ലും എന്നൊക്കെ ഒരു ഭീഷണി മുഴക്കുന്നുണ്ടെങ്കിലും അവർ ഏത് രീതിയിൽ വരെ പോകുമെന്ന് ഇന്ത്യക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർ ഒരു വിമാനത്തെ ഹൈജാക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഭാരതത്തിൽ ഇവർ നടത്തുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടാവുന്നത്. എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നേരെ പെട്ടെന്ന് തന്നെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ട് നേരെ ഒരു 2 നില കെട്ടിടത്തിൽ ഇടിച്ച് വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് ആ യാത്രക്കാരെല്ലാം തന്നെ മരിക്കുകയും അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെടുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം എയർ ഇന്ത്യയുടെ വിമാനം ഭാരതത്തിന്റെ ഏത് വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്താലും അതിൽ ഏതെങ്കിലും തന്നെ സാങ്കേതിക പിഴവുകൾ ഉണ്ടാകുന്നു. പൈലറ്റുമാർ ഉടനടി തന്നെ ATCയുമായിട്ട് ബന്ധപ്പെടുന്നു. അടിയന്തരമായി വിമാനം ലാൻഡ് ചെയ്യണം എന്നൊരു നിർദ്ദേശം അവർ ATCക്ക് നൽകുന്നു. ATC അതുമായി ബന്ധപ്പെട്ടുള്ള ക്വിക്ക് പ്രവർത്തന സജ്ജങ്ങൾ ഏർപ്പാടാക്കുന്നു. അതായത് മെഡിക്കൽ റെസ്ക്യൂവിനെയും ഫയർഫോഴ്സിനെയും അതോടൊപ്പം തന്നെ അവിടുത്തെ എമർജൻസി അലേർട്ട് ATC പുറപ്പെടുവിക്കുന്നു. അങ്ങനെ കുറെ മാസങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് വരെയായിട്ടും ഓരോ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി ഉണ്ടാകുന്നു, വിമാനത്തിൽ ബോംബ് വെച്ചു എന്നൊരു ഭീഷണി ഉണ്ടാകുന്നു, അത് യാത്രക്കാർക്കടക്കം വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരു വിമാനത്തിൽ ഒരു ആക്രമണത്തിൽ ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു ട്രെയിൻ ആണോ എന്നടക്കമുള്ള സംശയങ്ങൾ കേന്ദ്ര ഏജൻസികൾക്കും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസത്തിന് മുമ്പാണ് ദില്ലി വിമാനത്താവളത്തിന്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് യാത്രക്കാരുള്ള ദില്ലി വിമാനത്താവളത്തിന്റെ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ഹാക്ക് ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവതാളത്തിലാക്കുന്ന ഒരു സമീപനമുണ്ടായി. 2 ദിവസം എടുത്തിട്ടാണ് അത് പൂർണ്ണസ്ഥിതിയിലേക്ക് തിരിച്ച് വന്നത്. അപ്പോൾ ഓരോ ദിവസവും വിമാനത്താവളത്തെ, അതായത് ഭാരതത്തിലെ വിമാനത്താവളങ്ങളെയും വിമാനത്തെയും കരുതിക്കൂട്ടി ഒരു ആക്രമണം നടത്താനുള്ള ഒരു നീക്കമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ഏജൻസികൾക്കും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിനും മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസത്തിന് മുമ്പേ കൊച്ചിയിൽ ഒരു ജിദ്ദാഹിൽ നിന്നുള്ള ഒരു വിമാനം കോഴിക്കോട് ഇറങ്ങേണ്ട വിമാനമാണ്. അത് എമർജൻസി ലാൻഡിങ്ങിനായി കൊച്ചി വിമാനത്താവളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അതിൽ നടത്തിയ പരിശോധനയിൽ വിമാനത്തിന്റെ 2 ടയറുകളും പൊട്ടിയ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത്. അത്ഭുതകരമായി ഒരു അപകടമൊന്നും ഉണ്ടാവാതെ ഭാഗ്യത്തിന് യാത്രക്കാരും പൈലറ്റും അടക്കം രക്ഷപ്പെട്ടു എന്നത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മോക്ക് ഡ്രിൽ എന്തായാലും കൊച്ചി വിമാനത്താവളം ഉൾപ്പെടെ തന്ത്രപ്രധാനമായ, അതായത് ഭാരതത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളിൽ ഒരു മോക്ക് ഡ്രിൽ വേണമെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ വ്യോമയാന വിഭാഗം, അതായത് 52 സ്പെഷ്യൽ ടീം അംഗങ്ങൾ കൊച്ചിയിൽ അർദ്ധരാത്രി പറന്നിറങ്ങി വലിയ രീതിയിൽ ഒരു മോക്ക് ഡ്രില്ലാണ് നടത്തിയിരിക്കുന്നത്. അതായത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സമഗ്രമായ റിയൽ ടൈം ആന്റി ഹൈജാക്ക് അഭ്യാസം വിജയകരമായി NSG നടപ്പിലാക്കിയിരിക്കുകയാണ്. യഥാർത്ഥ വിമാനത്തിൽ നടത്തിയ ആന്റി ഹൈജാക്ക് ഡ്രില്ലിൽ 52 NSG കമാൻഡോകൾ പങ്കെടുത്തിട്ടുണ്ട്. വിവിധ ഏജൻസികളുടെ പങ്കാളിത്തത്തോടെ നടത്തിയ അഭ്യാസം 19-ന് ആരംഭിച്ച് ഡിസംബർ 20-ന് പുലർച്ചെയാണ് അവസാനിച്ചത്. ലൈവ് ഓപ്പറേഷനിൽ വ്യോമസുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലെ പ്രവർത്തന സജ്ജത, അതോടൊപ്പം തന്നെ പ്രതികരണ സമയം, ഏജൻസികൾ ഉടനീളമുള്ള ഏകോപനം, കമാൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവ വിലയിരുത്തപ്പെട്ടിരിക്കുകയാണ്. ഒരു വിമാനം ഹൈജാക്ക് ചെയ്താൽ അതിനെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നുവെന്ന് സങ്കല്പിച്ച് ആ ഒരു സാഹചര്യമാണ് NSG അവിടെ സൃഷ്ടിച്ചത്. അതോടെ എയറോഡ്രോം എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റി ഉടൻ പ്രവർത്തന സജ്ജമായി. ഒരു വിമാനം ഹൈജാക്ക് ചെയ്താൽ NSGക്ക് ആ വിമാനത്തിൽ എങ്ങനെ കയറിപ്പറ്റാം എന്നുള്ള നീക്കങ്ങളും അവർ നടത്തി. തന്ത്രപരമായ തീരുമാനമെടുക്കൽ, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം, ചർച്ചാ നടപടികൾ, മെഡിക്കൽ സജ്ജത, അടിയന്തര ആശയവിനിമയ സംവിധാനങ്ങൾ, യാത്രക്കാരുടെ സുരക്ഷ തുടങ്ങിയ എല്ലാ അടിയന്തര പ്രതികരണ നടപടികളും അഭ്യാസത്തിലൂടെ സമഗ്രമായി പരീക്ഷിച്ചിരിക്കുകയാണ് NSG ഇപ്പോൾ. 52 SAG അതോടൊപ്പം തന്നെ NSG ഗ്രൂപ്പ് കമാൻഡർ കേണൽ അമിത് കുമാർ അഭ്യാസത്തിന് നേതൃത്വം നൽകി. ജില്ലാ കളക്ടർ പ്രിയങ്കാജി അതോടൊപ്പം തന്നെ വിമാനത്താവള ഡയറക്ടർ G മനു എന്നിവരുടെ ഒരു ഏകോപനം ഉണ്ടായിരുന്നു. അതായത് സിയാലിന്റെ നേതൃത്വത്തിൽ, കൊച്ചി വിമാനത്താവളത്തിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ അതോടൊപ്പം തന്നെ എമർജൻസി ടീമും ഉണ്ടായിരുന്നു. കൂടാതെ NSGയുടെ നേതൃത്വത്തിലുള്ള എമർജൻസി ടീമും അടക്കം ഉണ്ടായിരുന്നു. ഒരു വിമാനം റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ
വിമാനം ഹൈജാക്ക് ചെയ്തുവെന്ന് ഭീകരരുടെ സന്ദേശം ATCയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ATC ആ സമയത്ത് അവരെടുക്കുന്ന തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എങ്ങനെ, ആ സമയത്ത് അവരെടുക്കുന്ന സ്ട്രാറ്റജിക് ഓപ്പറേഷൻ എങ്ങനെയാണ്, ആ സമയത്ത് ആരുടെയൊക്കെ കയ്യിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ പാസ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ഈ വിമാനം ഹൈജാക്ക് ഭീകരരുടെ കയ്യിൽ നിന്നും ഈ വിമാനം എങ്ങനെ നമുക്ക് തിരിച്ച് യാത്രക്കാരെ അടക്കം രക്ഷപ്പെടുത്തി കൊണ്ടുവരാം എന്നടക്കമുള്ള ചർച്ചകളും എന്നടക്കമുള്ള ഒരു ലൈവ് ഓപ്പറേഷനുമാണ് കൊച്ചിയിൽ നടന്നത് എന്നതാണ്.